ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, നമുക്കിത് പാകിസ്ഥാൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അത് ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും കൂടെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഇത് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാൻ സവാള നമ്മൾ നന്നാക്കി വെച്ചത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. എന്നുവെച്ചാൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആവോളം, നല്ലോണം കരിഞ്ഞ ടേസ്റ്റ് മാറിപ്പോൾ കേട്ടോ. അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, തൈര്, പിന്നെ കുറച്ച് ഒരു ഗരം മസാല, പിന്നെ തക്കാളി, പച്ചമുളക്, ഇത്രയാണ് നമ്മളിതിലിപ്പോൾ നമ്മൾ ആഡ് ചെയ്യണത് കേട്ടോ. അതുകൊണ്ട് ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചതിലേക്ക് ഞാൻ ഇപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തു. ഈ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ സവാള, അത് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയൊക്കെ ചേർക്കാൻ ആവശ്യമില്ല, ഇല്ലാത്തവരെ ഞാൻ ഇതിനകത്ത് ചേർത്തത്. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് അത് ഞാൻ കുറച്ച് മാറ്റി വെച്ചു. അതിനുശേഷം ഞാനൊരു എൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പാത്രമാണത്. അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആവശ്യത്തിന് നമ്മൾ പൊരിച്ച് വെച്ച ഓയിലുണ്ടായിരുന്നു, ആ ഓയിൽ തന്നെ എടുത്ത് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്ന പോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് കൊടുക്കും. ഈ ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റായിട്ട് ഇതിൽ കിടന്ന് വെന്ത് നമ്മളെനിക്ക് അയ്യെന്നൊക്കെ തോന്നും, പക്ഷേ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് സവാള മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് റൈസിലിട്ട് മുകളിൽ നമ്മൾ ദമ്മിടുന്ന പോലെ ഇടുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അത് വെന്തൊരു പാകത്തിന് വെള്ളം ഊറി വരുമ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ റൈസൊക്കെ ഇട്ട് കൊടുത്ത് മസാലപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. അടച്ചൊക്കെ നമ്മൾ ദമ്മിലിടാം. അതിനിടയിൽ നല്ല മഴ വരുന്നുണ്ടേ, നല്ല മഴ വെച്ചാൽ നല്ല കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ പണിയൊക്കെ തീർത്ത് ചോറവിടെ ദമ്മിട്ടിട്ട് ഞാൻ എൻ്റെ പണി നോക്കി വേറെ പണികളിലേക്ക് പോയി. അതിനുശേഷം പണിയൊക്കെ കഴിഞ്ഞ് വന്നു, കുളി എല്ലാം കഴിഞ്ഞ് വന്ന് ചോറ് എടുക്കുകയാണേ, റൈസ് എടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ച് നോക്കണേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഇതിൻ്റെ ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റാണ് അത് ചോറിൽ കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.